ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ സാക്ഷിയാകാൻ രാഷ്ട്രീയ പ്രമുഖരുമെത്തി. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, ശശി തരൂർ MP അടക്കമുള്ള നിരവധി നേതാക്കൾ രാവിലെ തന്നെ പണ്ടാരടുപ്പിന് മുന്നിലെത്തി. ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം നിന്നിരുന്ന BJP നേതാവ് O രാജഗോപാൽ കനത്ത ചൂടിൽ തലകറങ്ങി വീണു. തലസ്ഥാന നഗരത്തിന്റെ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് രാഷ്ട്രീയ ഭേദം മറന്ന് നേതാക്കളെല്ലാം ഒരുമിച്ചെത്തുന്നതാണ് പതിവ്. ഇത്തവണയും ആ പതിവ് തെറ്റിയില്ല. പണ്ടാരടുപ്പിൽ തീ പകരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മന്ത്രിമാരും MP-മാരും രാഷ്ട്രീയ നേതാക്കളും അടുപ്പിന് സമീപം അണിനിരന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്ക് കുറച്ച് കൂടുതലാണ്. കാലാവസ്ഥയും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് മോശമാണ്. നല്ല ചൂടാണ്. എങ്ങനെ എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കുന്നുണ്ട്. ഇതൊരു മതേതരത്വത്തിന്റെ ഉത്സവം കൂടിയായി മാറുകയാണ്. സുരക്ഷ ഒരുക്കാൻ 3500 പോലീസുകാരും മടക്കയാത്രയ്ക്കായി 500 KSRTC ബസ് സർവീസുകളും ചൂടിന്റെ പശ്ചാത്തലത്തിൽ ഹീറ്റ് ക്ലിനിക്കുകളും സർക്കാർ സജ്ജമാക്കിയിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതിയും നഗരസഭയും ഗവൺമെന്റും ഒരുപോലെ പ്രവർത്തിച്ചത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞു. ഇതെല്ലാം അവലോകനം നടത്തിയതിന്റെ ഫലമായി ജനങ്ങൾക്ക് നല്ല സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. നിവേദ്യം പൂർത്തിയായാൽ മണിക്കൂറുകൾക്കുള്ളിൽ നഗരം ശുചീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കും. എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നാളെ ആകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഏതാണ്ട് 3000-ലധികം വരുന്ന ജനങ്ങളെ അണിനിരത്തി, നമ്മുടെ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം തലകറങ്ങി വീണു. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം രാജഗോപാലിനെ മടക്കി അയച്ചു. സുരേഷ് ഗോപിയും KS ശബരിനാഥനും കുടുംബസമേതം വീടുകളിലാണ് പൊങ്കാല അർപ്പിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.